കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതി യുഎൻഎയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ചൊരു സമരം നടക്കുകയുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ളതിലൂടെയൊക്കെ അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ സമരം. ആ സമരത്തിന് ശേഷം പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും പിന്നെ പലരും നേരിട്ടും ഒക്കെ ഓരോന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി തന്നെ പോരെ, എന്തിനാ ഇതിന്റെ പേരിൽ തല്ലുപിടിക്കാൻ പോകുന്നത്, വഴക്കുണ്ടാക്കാൻ പോകുന്നത്, ഈ സമരത്തിനൊക്കെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിച്ചത്. ആക്ച്വലി ഞങ്ങളുടെ അവകാശങ്ങളാണ് ഈ ചോദിക്കുന്നത്. ഈ കൊറോണ സമയത്തും മറ്റുള്ള ഓരോ മഹാമാരികൾ വരുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് നഴ്സുമാർ മാലാഖമാരായിരുന്നല്ലോ. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ മാത്രം എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ പ്രശ്നക്കാരാകുന്നത്? ഞാനൊക്കെ വെളുപ്പിന് വീട്ടിൽ നിന്ന് പോകുന്ന ആളാണ്. വെളുപ്പിന് വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്നത് വൈകുന്നേരം ആവുമ്പോൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേഷ്യൻസിനെ, ഒരിക്കലും 1:1 റേഷ്യോയിലല്ല ഞങ്ങൾ നിൽക്കുന്നത്, പല തരത്തിൽ വേദനകൾ അനുഭവിക്കുന്ന പേഷ്യൻസ്. അവർക്കൊക്കെ ഞങ്ങളാലാവുന്ന ഒരു സമാധാനം കൊടുക്കാനാണ് ചെയ്തിട്ടുള്ളത്, ഒരു ആശ്വാസം കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. പല പേഷ്യൻസും ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ വന്നപ്പോൾ ഇന്നൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു, സിസ്റ്റർ വന്നപ്പോൾ ഇച്ചിരി കൂടി ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്, വേദന കുറവുണ്ട്, അങ്ങനെയൊക്കെ. അതായത് ഞങ്ങളുടെ പാരൻസിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുമാതിരി തന്നെയാണ് ഞങ്ങളുടെ ഓരോ പേഷ്യൻസിനെയും കെയർ ചെയ്യുന്നത്. ഞങ്ങൾക്കും പേഴ്സണൽ ലൈഫിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ കാണിച്ചിട്ടില്ല. പലപ്പോഴും ഞങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നത്. നിങ്ങളെപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഓരോ നേഴ്സും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ. അന്നൊക്കെ നിങ്ങൾക്ക് നേഴ്സുമാർ മാലാഖയായിരിക്കും, ദൈവത്തിന് തുല്യമായിരിക്കും, ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്കായിട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നഴ്സുമാർക്കില്ലാത്ത കുറ്റമില്ല, കുറവില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ ഈ സമരം ഒരിക്കലും ഒരു കലഹമല്ല, ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയുള്ള ശക്തമായ ശബ്ദമുയർത്തലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളുടെ യുഎൻഎയുടെ അമരക്കാരൻ ജാസ്മിൻ ഷാ, അദ്ദേഹം നല്ലൊരു നേതാവാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നിടത്തോളം കാലവും അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലവും ഞങ്ങൾ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദം ഉയർത്തുന്നു, അത്രമാത്രം. ഞങ്ങളുടെ ഈ പോരാട്ടത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. നഴ്സുമാർക്ക് കണ്ണീരിന് പകരം അഭിമാനത്തിൻ്റെ പുഞ്ചിരി വരട്ടെ. യുഎൻഎയ്ക്കൊപ്പം, ജാസ്മിൻ ഷയ്ക്കൊപ്പം സമരം വിജയിക്കുക തന്നെ ചെയ്യും.